എല്ലാവർക്കും ടെക്ലൈൻ വളർത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിലിൽ ലോഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 7.9 mm ആണ് തിക്നെസ് വരുന്നത്. 175 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. വീഗൻ ലെതർ ബാക്കാണ്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ ഡ്യൂറബിലിറ്റിയും ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസൈൻ നല്ലൊരു അടിപൊളി ഡിസൈനൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുമല്ല നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്. പിന്നെ വെയിറ്റും കുറവാണ്. പിന്നെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ IP68 റേറ്റിംഗും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ഉം വരുന്നുണ്ട്. സോ ഡിസൈൻ്റെ കാര്യവും ഡ്യൂറബിലിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ 10-bit കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 360 Hz ടച്ച് ആംബിയന്റ് റേറ്റും വരുന്നുണ്ട്. 1600 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. HDR10+ സപ്പോർട്ട് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും. സോ ഒരു ഡിസ്പ്ലേക്ക് വേണ്ട എല്ലാ സ്പെക്കും ഈ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ ഹാൻഡ് യൂസേജ് അത്രയും പറ്റത്തില്ല. കാരണം 6.7 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ആണ്. സോ വൺ ഹാൻഡ് യൂസേജ് പറ്റൂല. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അല്ലാണ്ട് സ്പെക്കൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല. കാരണം ഫോൺ അത്ര സ്ലിം ആയതുകൊണ്ടായിരിക്കും അത് കൊടുക്കാത്തത്. ഇനി നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് വരുന്നത്. 4 nm പ്രോസറാണ്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങൾ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ LPDDR5 റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. UFS 3.1 അല്ല. സോ ഒരു കുഴപ്പമില്ലാത്ത ചിപ്സെറ്റാണ് ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. ഇവർക്ക് വേണമെങ്കിൽ നമ്മുടെ MediaTek Dimensity 7200 Ultra കൊടുക്കായിരുന്നു. ഇതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ് MediaTek Dimensity 7200 Ultra. ഇനി ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 5,93,093 വരുന്നത്. CPU 1,94,713 GPU 1,17,755 സ്കോർ വരുന്നത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോസറാണ്. നമുക്കിവിടെ BGMIയിലൊക്കെ സ്മൂത്ത് അൾട്ര അല്ല സ്മൂത്ത് എക്സ്ട്രീമൊക്കെ പറ്റും ഗെയിം കളിക്കാൻ. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 50 MP f1.88 ആപ്പച്ചർ വരുന്ന ഒരു പ്രൈമറി സെൻസറാണ്. OIS സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കവിടെ 4K 30 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അതേസമയം സെക്കൻഡറി നമുക്കൊരു 13 MP f2.2 ആപ്പച്ചർ വരുന്ന അൾട്രാവൈഡ് വരുന്നുണ്ട്. അത് മാക്രോ ആയിട്ടും വർക്ക് ചെയ്യും. അവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ബാക്കിൽ രണ്ട് ക്യാമറയും നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്കൊരു 32 MP f2.45 ആപ്പച്ചർ വരുന്നൊരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. അവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാം. സോ നമുക്ക് ഈ ഫോണിൽ വരുന്ന എല്ലാ ക്യാമറകളും വളരെ യൂസ്ഫുൾ ആണ്. പ്രൈമറി സെൻസർ ആയാലും സെക്കൻഡറി നമുക്ക് മാക്രോ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, അൾട്രാവൈഡ് ഉപയോഗിക്കാം. 4K റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഫ്രണ്ടിലും 4K റെക്കോർഡിംഗ് വരുന്നുണ്ട്. അടിപൊളിയാണ് ക്യാമറ കാര്യത്തിൽ. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 68 watts ആണ് ചാർജർ വരുന്നത്. ബോക്സിൽ നമുക്ക് കിട്ടും. ഒരു 7 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും എന്തായാലും. സോ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ്ങും വരുന്നുണ്ട്. ഇനി OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ MyUX ആണ് വരുന്നത്. മോട്ടോയുടെ UI ആണ് വരുന്നത്. AI കുറേ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം UIയിൽ. പിന്നെ Android 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ സ്പെക്കുലേഷനാണ്. മിക്കവാറും 2 year ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 year സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ മോട്ടോയുടെ UI അത്യാവശ്യം നല്ലതാണ്. കാരണം ബ്ലോട്ട്വേഴ്സോ ആഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അങ്ങനെ പരാതികളോ കാര്യങ്ങളോ ഞാൻ കേട്ടിട്ടില്ല. ഇവരുടെ ഫോൺ അടിച്ചു പോകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ബഗ്സ് കൂടുതലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 14 5G ബാൻഡാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് Wi-Fi 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 NFC വരുന്നുണ്ട്. പിന്നെ USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഫോണിന്. ഇനി പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 8GB 128, 8GB 256, 12GB 256, 12 512 ആണ് വേരിയൻസ് ഒക്കെ വരുന്നത്. എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 22,000 രൂപയ്ക്കാണ് വരുന്നത്. 22,000 23,000 വേണമെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക കാർഡ് ഓഫേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20,000 കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിവിടെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് Realme 12+ വരുന്നുണ്ട്, iQOO Z9 വരുന്നുണ്ട്, Poco X6 Pro ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് എനിക്ക് തോന്നിയിരിക്കുന്ന. ഒരു ഡിസ്പ്ലേ അടിപൊളിയാണ്, ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, ക്യാമറ അടിപൊളിയാണ്, എല്ലാം കുഴപ്പമില്ല. ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിപ്സെറ്റ് മാത്രമേ ഉള്ളൂ. ഒരു വീക്ക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. Dimensity 7800 കൊടുക്കായിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫോണായാണ് ഈ പ്രൈസ് റേഞ്ചിൽ. സോ അത്ര എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ ഈ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ് അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.